വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് 2.0 എന്ന സിനിമയിൽ നമ്മളെല്ലാവരും കാണുന്ന വില്ലനാണ് പക്ഷിരാജൻ. പക്ഷേ റിയലി പക്ഷിരാജൻ ഒരു വില്ലനാണോ? അതോ ഇതിനകത്ത് കയറി കളിക്കുന്ന വേറൊരു ചെകുത്താനുണ്ടോ? അതായത് നമ്മൾ സിനിമയിൽ ഒരു പാവത്താനെ പോലെ കാണുന്ന ഒരു ആളാണ് വസീകരൻ. പക്ഷെ ഇയാൾ തന്നെയാണ് ഇതിനകത്തുള്ള വില്ലൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ ഇങ്ങനൊരു പാവം മനുഷ്യനല്ലേ, ഇയാളല്ലേ ഇതൊക്കെ രക്ഷിച്ച് നമ്മളെല്ലാം ഈ പക്ഷിരാജൻ എന്ന് പറഞ്ഞ നാറിൽ നിന്ന് രക്ഷിച്ച്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റി. കാരണം സിനിമയിൽ പക്ഷിരാജനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. അതായത് അയാളൊരു ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്ന, ബേർഡ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രൊഫസറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അയാൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യാണ്. അതായത് കുറേ നാറികൾ ഫോണിങ്ങനെ ഉപയോഗിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് ഉപയോഗിച്ച് അതിനകത്ത് റേഡിയേഷൻ കൂട്ടുകയാണ്. റേഡിയേഷൻ കൂടുമ്പോൾ ഇങ്ങനെ ബേർഡ്സ് ചത്ത് വരുവാണ്. അപ്പോൾ ഇത്രയും കിൽ റേറ്റിൽ ബേർഡ്സ് ചത്ത സ്ഥിതിക്ക് പക്ഷിരാജനാണെങ്കിൽ ഈ മൊബൈൽ ടവേഴ്സിന്റെ ഹെഡിന്റെ അടുത്തും ബിസിനസ്മാൻ്റെ അടുത്തും എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, ബ്രോ റേഡിയേഷനെ നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്നെ കത്തിക്കും ഞാൻ. അങ്ങനെയല്ല പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് നിർത്തൂ, ഞാൻ കാല് പിടിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷിരാജൻ ആരും ഒരു പുല്ല് വില കൊടുത്തില്ല. അതുകൊണ്ട് പക്ഷിരാജൻ സ്വയം പോയി അങ്ങ് മയ്യത്തായി. അതായത് ഇനി ആഫ്റ്റർ ലൈഫിലെങ്കിലും റിവെഞ്ച് എടുക്കാം. ആൻഡ് അങ്ങനെ അയാൾ വിചാരിച്ചത് സത്യമായിട്ട് മാറി. അതായത് ഇയാളുടെ ആത്മാവ് ഒരു ദുഷിച്ച ആത്മാവായിരുന്നു. ഇയാളുടെ ആത്മാവിന്റെ ഒരേ ഒരു എയിം, ഒരേ ഒരു സംഭവം എന്നത് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കുത്തിയിരിക്കുന്ന ഈ കുട്ടികളെ കളയാനാണ്. അതായത് അവരുടെ സ്മാർട്ട് ഫോൺ അടിച്ചു മാറ്റാനാണ്. അങ്ങനെ ഇയാൾ ഓരോരുത്തരുടെ സ്മാർട്ട് ഫോൺ അടിച്ചു മാറ്റുന്നുണ്ട്. ആൻഡ് ചിലവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ ഈ ഫോണൊക്കെ മാറ്റുന്ന ശരി, എന്തിനാണ് ഈ തടിയനെ കൊല്ലുന്നത്? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാവാനാണ് സയന്റിസ്റ്റുകളും കുറെ ഫിസിസിസ്റ്റിനെയൊക്കെ വെച്ച് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തിയത്. ഈ മീറ്റിങ്ങിനകത്ത് കുറെ ബുദ്ധിമാന്മാരുണ്ട്, വസിയും അതിനകത്തുണ്ട്. അപ്പോൾ ഈ മിനിസ്റ്ററൊക്കെ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ബ്രോ ഈ അദൃശ്യ ശക്തിനെ കൊല്ലാൻ വേണ്ടി ഇനി നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോഴാണ് ഡോക്ടർ വസി ഒരു ബോംബ് പൊട്ടിക്കുന്നത്. ഡോക്ടർ വസി പറയും, ചിട്ടീനെ തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ എന്തായാലും ഡോക്ടർ വസി വന്ന സ്ഥിതിക്ക് ചിട്ടീനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ടേ പുള്ളി പോകത്തുള്ളൂ. അതായത് വെറുതെ ഇരുന്ന ആൾക്കെടുത്ത് പറയുന്നു, ചിട്ടീനെ കൊണ്ടുവരാം. എന്തിന്? എന്തെങ്കിലും നടന്നാൽ ചിട്ടീനെ കൊണ്ടുവരാം. ഇത് തന്നെയാണ് ഇയാളുടെ മനസ്സിലുള്ളത്. കാരണം വളരെ എളുപ്പമാണ്. അതായത് ഇയാൾ 10 വർഷം ഒന്നൊന്നായി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ചിട്ടി റോബോട്ട്. ഇയാളുടെ കോടിക്കണക്കിന് രൂപയും ഇതിന്റെ പാർട്സും കുറെ കാര്യത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഇതിനെ കൊണ്ടുവരണമെന്നാണ് ഇയാളുടെ ആഗ്രഹം. അതുകൊണ്ട് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞു, ശരിയടാ മാറി, നീ നിന്റെ റോബോട്ടിനെ കൊണ്ടുപോവാ. അങ്ങനെ ഇവര് ഇല്ലീഗലായി റോബോട്ടിനെയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ചിട്ടി ഈ പക്ഷിരാജനില്ലേ ഇതിനെ പൂട്ടിലടക്കും. പക്ഷെ പക്ഷിരാജനെ പൂട്ടിലടക്കുന്നതിന് മുമ്പേ ഡോക്ടർ വസീകരന്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഈ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിർത്താൻ അയാൾക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതായത് കൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ പക്ഷിരാജൻ ചിട്ടയെടുത്ത് പറയുകയായിരുന്നു, അതായത് ഈ സ്മാർട്ട് ഫോൺ കാണുവാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്, ഈ റേഡിയേഷനൊക്കെ ഒന്ന് നിർത്തി ഇതെല്ലാം ഒന്ന് സ്മൂത്താക്കി എടുത്തു കഴിഞ്ഞാൽ പക്ഷികൾ ചാവുന്ന ഇതും കുറയും. അങ്ങനെ പക്ഷികൾ മരിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിരാജനും അപ്രത്യക്ഷനാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 50 മണിക്കൂർ കൊണയടിച്ചിട്ട് വസീകരൻ ചെയ്തു തന്നത് അയാളെ കൂട്ടിലടക്കി. ബ്രോ ഇയാളൊരു ഫുണ്ടയാണ്. കാരണം ഇയാൾക്ക് കൺവിൻസ് ചെയ്തിട്ട് ഒരു ഡീലിലെങ്കിലും എത്തായിരുന്നു. ഞങ്ങൾ ഇന്ന ടവേഴ്സൊക്കെ ഓഫ് ചെയ്യാം, എങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ വസീകരൻ എങ്ങനെയെങ്കിലും ചിട്ടീനെ ബെസ്റ്റ് റോബോട്ടാന്ന് അനൗൺസ് ചെയ്യിപ്പിക്കണം. അതുമാത്രമാണ് അയാളുടെ മനസ്സിൽ നടക്കുന്നത്. അല്ലാതെ ആൾക്കാർ ചത്താലും അയാൾക്ക് എന്താണ് വിഷയം? അതുകൊണ്ടല്ലേ എന്തിരൻ 1 ഇത്രയും ആൾക്കാർ ഇയാളെ കാണാൻ മാത്രം ചത്തുപോയത്. എന്തിരൻ 1 തൊട്ടേ ഇങ്ങേര് തന്നെയായിരുന്നു ഏറ്റവും വലിയ വില്ലൻ. ബോറയൊക്കെ ഇച്ചിരിയെങ്കിലും ബെറ്ററാന്ന് പറയാം, പക്ഷെ ഈ വസി വെറും നാറിയാണ്. അങ്ങനെ പക്ഷിരാജനെ കൂട്ടിലടച്ചപ്പോൾ കാര്യങ്ങൾ തീർന്നു എന്നാണ് നമ്മൾ വിചാരിച്ച. ബട്ട് അവിടെയാണ് ബോറയ്ക്ക് പിറക്കാതെ പോയ ഒരു കൊച്ചു വന്നിട്ട്, അതായത് ബോറയുടെ സൺ വന്നിട്ട് പക്ഷിരാജനെ കൂട്ടിന്ന് പുറത്തിറക്കുന്നത്. ആൻഡ് ഇവൻ ഇത് കൂട്ടിന്ന് പുറത്തിറക്കുന്നതിന് സിനിമയിൽ പറയുന്ന എക്സ്പ്ലനേഷൻ എന്നത് ഇവന് പക്ഷിരാജന്റെ കൂടെ ചേർന്ന് ചിട്ടീനെ കൊല്ലണം, അങ്ങനെ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ബോറ വാസ് ബെറ്റർ. ഇവനെയൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയത്? എന്തായാലും ഉണ്ടായി വന്ന സ്ഥിതിക്ക് ഇവൻ പക്ഷിരാജന്റെ കയ്യിൽ നിന്ന് തന്നെ ചാരമായി മാറി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പക്ഷിരാജൻ ഒരു സൂപ്പർ ആളെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവനും ഒരു നാറിയാണ്. അതായത് പക്ഷികളുടെ പേരിൽ മനുഷ്യരെയാണ് ഇവൻ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഡിയം തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ആൾക്കാരെ ഒരുമിച്ചങ്ങ് കരിക്കാൻ ഇവൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും കരിഞ്ഞു പോകും എന്ന് വിശ്വസിച്ചിരുന്ന സമയത്തായിരുന്നു 2.0 എൻട്രി. ഇതിനെയും പടച്ചു വിടുന്നത് വസീകരൻ തന്നെയാണ്. അതായത് ഈ ഫുണ്ടയ്ക്ക് ഒരു ബുദ്ധിയില്ല. ഇവന്റെ വിചാരം 2.0 വന്നാൽ എല്ലാം അങ്ങ് രക്ഷപ്പെടുമെന്നാണ്. ബിക്കോസ് ഈ 2.0നെയൊക്കെ ആര് വിശ്വസിക്കുന്നു? ഈ 2.0യുടെ മെയിൻ സംഭവം എന്നത് ലോകം കീഴടക്കുക, അല്ലെങ്കിൽ ഈ വസീകരനെ കൊല്ലുക. ഇതാണ് നമ്മൾ എന്തിനും ഫസ്റ്റ് തൊട്ടേ കണ്ടുവന്നത്. അല്ലാതെ 2.0ക്ക് ലോകത്തെ രക്ഷിക്കാനോ അങ്ങനെ ഒരു സംഭവം ഇല്ല.
എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷനോ ഇതുവല്ലതും വന്നാൽ പക്ഷിരാജനല്ല അതിൻ്റെ അപ്പുറത്തെ ആൾക്കാരെ കൊന്നുകളയും ഈ ഒരു സാധനം. പക്ഷേ എന്തുകൊണ്ടോ സിനിമയുടെ കഥയെ പുലർത്താൻ വേണ്ടി 2.0 നല്ല ആളായിട്ട് മാറും. അങ്ങനെ 2.0നെ കണ്ട് വെറുക്കാതിരിക്കാൻ അവർ പുതിയൊരു സാധനം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് 3.0. ഇത്രയും നശിച്ച ഒരു ചാണകത്തേനെ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമ ഇത്രയും അവർ വെറുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടി വെറുപ്പിക്കാനാണ് ഇതിനെ കൊണ്ടുവരുന്നത്, ഒരു പുഴുത്ത പാട്ടും വെച്ച്. അങ്ങനെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഈ 3.0 പക്ഷിരാജനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് തുടങ്ങും. അതായത് പക്ഷിരാജൻ എന്തൊരു നിസ്സഹായനായ രീതിയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. മെയിൻ സംഭവം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇവർ ഈ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചാണ്. അതായത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്വാപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും പക്ഷിരാജൻ എന്തൊരു വൃത്തികെട്ട അവസ്ഥയിലാന്ന്. അങ്ങനെ ലാസ്റ്റ് പക്ഷിരാജനെല്ലാം കഴിച്ചു വന്നിട്ട് വസീറൻ അവിടെ ബെഡിൽ കിടക്കുവാണ്. എന്തോ മഹാകാര്യം ഉണ്ടാക്കിയതുപോലെയാണ് ഈ ഫുണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതായിരുന്നു വസീനെ കുറിച്ചുള്ള വീഡിയോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇയാളൊരു നാറിയാണോ? കമൻറ്റിൽ പറയുക.